മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഫണ്ട് നൽകുന്നതിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാത്തതിനാണ് വിമർശനം. സാലി ചേരുന്നു. സാലി, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുത് എന്നാണിന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനത്തെ ഹൈക്കോടതി പറയുന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നു കോടതിയുടെ വിമർശനം? ഷമി, നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ഈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 529 കോടി രൂപ വായ്പയായി കേന്ദ്ര സർക്കാർ നമുക്ക് അനുവദിച്ചിരുന്നു. പക്ഷേ അതിന് ഒരിടത്തും പറയാത്തൊരു നിബന്ധന മുന്നോട്ട് വെച്ചു. മാർച്ച് 31-നകം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ പൈസ തരൂ എന്നുള്ളത്. അതിനെതിരെ സ്വാഭാവികമായ ഒരു വിമർശനമായിരുന്നു. വിഷയം കോടതിയിലെത്തി. കോടതി അന്ന് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞത് ഇതിൽ എന്താണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇളവ് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകാൻ പറഞ്ഞു. ആ സത്യവാങ്മൂലം ഇപ്പോൾ പലതവണ കേസെടുത്തിട്ടും ഒരിക്കൽ പോലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇന്നെടുത്തപ്പോഴും സത്യവാങ്മൂലം നൽകുന്ന കാര്യം മിണ്ടിയതില്ല. അപ്പോഴാണ് കോടതി വളരെ രൂക്ഷമായി പ്രതികരിച്ചത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ എഴുന്നേറ്റ് നിന്ന് വാക്കാലൊരു കാര്യം പറഞ്ഞു. ഈ മാർച്ച് 31 എന്നുള്ളത് ഡിസംബർ 31 വർദ്ധിപ്പിക്കാമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെ സംസ്ഥാന സർക്കാരിനെയോ ഏതെങ്കിലും തരത്തിൽ പൊതുവായോ അറിയിക്കാത്ത ഒരു കാര്യം കോടതിയിൽ വാക്കാൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ശ്രമിച്ചത്. പക്ഷേ കോടതി വിട്ടില്ല. കോടതി അത് നിശിതമായ വിമർശനം ഉന്നയിച്ചു. നിങ്ങൾക്ക് എന്താണ് സത്യവാങ്മൂലം നൽകിയാൽ ബുദ്ധിമുട്ട്, എന്താണ് അതിന് തടസ്സം എന്നുള്ളത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുതെന്നാണ് കേന്ദ്ര സർക്കാരിനോട് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ പറഞ്ഞത്. മാത്രവുമല്ല, ഈ കോടതിക്ക് മുകളിലാണ് ദില്ലിയിലിരിക്കുന്നവർ എന്ന് തോന്നരുത്, അങ്ങനെ വിശ്വസിക്കുകയും വരുന്നത്. ഈ ദില്ലിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ഇന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ ഈ കോടതിക്ക് കഴിയും എന്ന് ഓർത്തോളൂ എന്നൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് അതിനിശിതമായ വിമർശനം ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരോട് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് നടത്തി. ഒടുവിൽ പറഞ്ഞു, തിങ്കളാഴ്ചയ്ക്കകം പുതിയ സത്യവാങ്മൂലം നൽകണം, ബുധനാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ഈ കാര്യത്തിലൊരു വ്യക്തത കോടതിക്കുണ്ടാവണം എന്ന് പറഞ്ഞാണ് കേസ് അവസാനിപ്പിച്ചത്. ഏതായാലും തിങ്കളാഴ്ച സത്യവാങ്മൂലം സമർപ്പിക്കണം. ആ സത്യവാങ്മൂലത്തിൽ എന്തു പറയും എന്നുള്ളത് വളരെ നിർണായകമാണ്. സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.